ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഗ്രോസറി വ്ളോഗാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മേടിക്കാനായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ആയി വ്ളോഗ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും. രാവിലെയാണ് ഉണ്ടാക്കുക, പക്ഷേ സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അരി ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പുഴുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാളികളുടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് അരിയൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ മിക്സർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. അതൊക്കെ എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ ലുലുക്ക് പോയി. ഞങ്ങൾ ഒരു 2 മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോ റൂമിൽ നിന്ന് ലുലുക്ക്. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ലുലുക്കും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ മിക്കവാറും ഷോപ്പുകളിലൊക്കെ നമ്മൾ സൺഡേ ടു ഫ്രൈഡേ ആണ് ഓഫറുകൾ ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിലാണ് ഒരുവിധം എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ലുലുവിൽ ഭയങ്കര അത്ര ഓഫറുകൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. ലേസ് അരി അങ്ങനത്തിനൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഈ സെക്ഷനാണ് ബ്യൂട്ടി സെക്ഷനാണ്. ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്കിൻ കെയർ ആണ്. ഇവിടെ നമ്മൾ നാട്ടിലത്തെ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഏതൊരു ഷോപ്പിലായാലും നമുക്ക് ഒരുവിധം ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും നമ്മൾ നാട്ടിലത്തെ ബ്രാൻഡ്. അത് കാരണം ഇവിടെ വന്നാലും നമുക്ക് കുഴപ്പമില്ല യൂസ് ചെയ്യാൻ. അവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്ന ഓഫറുകൾ മാത്രമായിട്ട് ഇടുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിന് ഭയങ്കര റേറ്റ് കുറവുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ച കാരണം പിന്നെ വാങ്ങിച്ചില്ല. 8 buy 1 get 1 അങ്ങനെ എന്താണ് 8 ദിർഹം അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കനൊക്കെ ഒരുവിധം നമ്മൾ ബ്രസ്റ്റ് അങ്ങനത്തെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, സെപ്പറേറ്റ് ആയിട്ടില്ലാണ്ട് എടുക്കാം. ഫ്രോസൺ ഉണ്ടാവും, അത് നമുക്ക് 1000 500 അങ്ങനെ ഏത് തരം വേണമെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ ഫിഷ് അതിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു. ഒരു 10 ദിർഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ നാട്ടിലത്തെ മത്തി അയില അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ടിഷ്യൂ 4+2 അങ്ങനെ എന്തോ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊരെണ്ണം വാങ്ങിച്ചിരുന്നു. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇഡ്ഡലി, ദോശ അങ്ങനത്തെ ഒരു സെക്ഷനാണ്. ചപ്പാത്തി അങ്ങനെയൊക്കെ എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മാംഗോ, വെജിറ്റബിൾസ് അങ്ങനത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. 5 ദിർഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഫ്രൂട്ട്സുകളല്ല, മാംഗോ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി അങ്ങനെയൊക്കെ ഒരുവിധം അല്ലാതെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ സെക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ സെക്ഷനാണ്. എല്ലാ ബ്രാൻഡുകളിലെ എഗ്ഗും ഉണ്ടാവും കേട്ടോ ഇവിടെ. നമ്മൾ ഏതാ നല്ലതെന്ന് വെച്ചാൽ നോക്കി എടുത്താൽ മതി. 6 ദിർഹം അങ്ങനെയൊക്കെ ഉള്ളൂ. 6 മുട്ട അങ്ങനെയൊക്കെ, 10 മുട്ട, 6 മുട്ട, 5 മുട്ട അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് ഒരു മുട്ട എടുത്തു ഞങ്ങൾ. പിന്നെ ഈ സെക്ഷൻ തക്കാളി, വെജിറ്റബിൾസൊക്കെ തന്നെ റേറ്റ് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എടുത്ത് പോയി. സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം എടുത്ത് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.